ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പ്രഗ്നൻസി സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. ഞാനും മെൻ്റലി ഫിസിക്കലി പുതിയ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുവെച്ചെങ്കിൽ പല ടൈപ്പ് ഫുഡാണ് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലേ. എന്നിരുന്നാൽ പോലും നമ്മൾ ഡെയിലി ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിർബന്ധമാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബേബിയുടെ ഓർഗൻസ്, ബോൺസ്, മസിൽസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എടുക്കുന്ന ന്യൂട്രിയൻസ് വെച്ചാണ്. നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് മെഡിസിൻ ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്. അത് ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് നട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന് കാണാം. അപ്പോൾ അത് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഇതാ നമ്മൾ നെസ്റ്റോയിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ ഓഫറൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നേ. ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിച്ചത് ഈത്തപ്പഴമാണ്. ഡേറ്റ്സ് ഈ ഗർഭസമയത്ത് എനർജി കിട്ടാൻ ഏറ്റവും നല്ലൊരു എനർജി ബൂസ്റ്ററാണ് നമ്മുടെ ഈത്തപ്പഴം. നെക്സ്റ്റ് വാങ്ങിച്ചത് അനാറാണ് കേട്ടോ. അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യൻസി ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് അനാറ്. അടുത്തത് നമ്മുടെ ഓറഞ്ച്. വൈറ്റമിൻ സി വളരെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ബേബിയുടെ ബ്രെയിനും നെർവ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം സഹായിക്കും കേട്ടോ. കൂടാതെ പൊട്ടാസ്യം കൂടുതലുള്ളതുകൊണ്ട് തന്നെ BP കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ മെയിൻ തണ്ണിമത്തനാണ് കേട്ടോ വാങ്ങിച്ചത്. തണ്ണിമത്തൻ ശരിക്കും ഗർഭകാലത്ത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ്. ഇത് കഴിക്കുന്നത് ശരിക്കും ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും കേട്ടോ. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ്, കുക്കുംബറൊക്കെ വാങ്ങിച്ചു. ശേഷം ഞങ്ങളിതാ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.